അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനാണ് ഏറ്റവും പ്രധാനം. അതേത് വിഷയമാണെങ്കിലും, പരസ്പര സൗഹൃദമാണെങ്കിൽ പോലും നാളെ പരലോകത്ത് ഉപകാരപ്പെടുമെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ, വജബത്ത് മഹബ്ബത്തി, എൻ്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു, ലിൽ മുതഹാബ്ബീന ഫിയ്യ, എൻ്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് എൻ്റെ സ്നേഹം അവരോട് നിർബന്ധമായിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ പരസ്പരം അടുപ്പവും സ്നേഹവും പ്രണയവും അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ കാരണമായി തീർന്നാൽ, പരലോക വിജയത്തിനത് കാരണമായി തീർന്നാൽ അത് വലിയ കാര്യം തന്നെയാണ്. നാളെ നമ്മുടെ കൈപിടിക്കുന്നത് ആരാണെന്ന് നമുക്കറിയില്ല. നാളെ നമുക്കൊരു സഹായിയായിട്ട് വരുന്നത്, പരലോകത്ത് നമുക്കൊരു സഹായിയായിട്ട് വരുന്നത് ആരാണെന്ന് പറയാൻ കഴിയില്ല. ദുനിയാവിൽ വെച്ച് നാം ആരുടെയെങ്കിലും മനസ്സിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരായിരിക്കും ഒരു പക്ഷേ നാളെ നമ്മുടെ കൈപിടിക്കുന്നത്. അല്ലാഹു തആല പരലോക വിജയികൾ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളിലുള്ള സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. 3 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ. 1, തുസല്ലിം അലൈഹി ഇദാ ലഖീതഹു, കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സലാം പറയുക, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ എപ്പോഴും സലാം പറയുക. 2, തുവസ്സിഅ ഫിൽ മജാലിസി, ഇരിപ്പിടങ്ങളിൽ വിശാലത ചെയ്തു കൊടുക്കുക, പരസ്പര സ്നേഹം വർദ്ധിക്കാൻ, സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ഈ കാര്യങ്ങൾ ഉപകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. 3-മതായിട്ട് പറയുന്നു, വഅൻ തദ്ഉവഹു, അവനെ നീ വിളിക്കുക, ബി അഹബ്ബി ഇസ്മിഹി ഇലൈഹി, അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൊണ്ട് അവനെ വിളിക്കുക. നമ്മുടെ സുഹൃത്തിനെ നാം വിളിക്കേണ്ടത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കൊണ്ടായിരിക്കണം. നാം അവനെ വിളിച്ചാൽ, അവനിക്ക് ഏത് പേര് കൊണ്ട് വിളിച്ചാലാണ് അവനിക്ക് സന്തോഷമുണ്ടാവുക, ഇഷ്ടമുണ്ടാവുക, ആ പേര് കൊണ്ട് വിളിക്കുക. അവന് ഇഷ്ടമുള്ള പേര് കൊണ്ട് നാം വിളിക്കുക. ഇത് സൗഹൃദ ബന്ധം, സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനികൾ, അങ്ങനെ സൂക്ഷിച്ചാലുള്ള ഗുണം എന്താണ്? നാളെ പരലോകത്ത് വിജയിക്കാൻ അത് കാരണമായി തീരുമെന്നുള്ളതാണ്. നമ്മുടെ സ്നേഹവും നമ്മുടെ അടുപ്പവും നമ്മുടെ പ്രണയവും എല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിക്കാൻ, അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ കാരണമായി തീരുന്നതാകണം അതെല്ലാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവൻ്റെ വിജയികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിലും ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും ആരെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അള്ളാഹു തആല പൂർണ്ണമായ സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.